ഹായ് മച്ചന്മാരെ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്നൊരു പള്ളിയിലാണ് ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അതും എൻ്റെ സ്വന്തം സ്ഥലത്ത് തന്നെ. ഈ പള്ളിയിലേക്ക് ഒരു പ്രത്യേകതയും കൂടെ. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഉറങ്ങുന്ന ആ പള്ളിയും കൂടെ, പുതുപ്പള്ളി പള്ളി, ആ പള്ളിയിലാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ അപ്പനും അമ്മയും എൻ്റെ അമ്മയും എല്ലാവരെയും കൂടെ കൂട്ടിയാണ്. അവർക്കെന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകൾക്ക് ഈ പള്ളികളിൽ പോകുന്നത് ഒരു പ്രത്യേകതയാണ്. അതിനോടൊപ്പം തന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ അമ്മയുടെയൊക്കെ സ്വന്തം പള്ളിയും കൂടെയാണ് ഈ ഒരു പള്ളി. ആ പള്ളിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരുപാടേറെ സവിശേഷതകളും ഉണ്ട് ഈ പള്ളിക്ക്. ഇതാണ് ആ പള്ളി. ആ പള്ളിയിൽ ഇന്ന് നമ്മൾ ഇവരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പ്രാർത്ഥിക്കാനും അവർക്ക് ഇതെല്ലാം ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. എൻ്റെ മമ്മിക്കൊക്കെ പുതുപ്പള്ളിപ്പള്ളി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഗീവർഗീസ് ഈ പള്ളി. ആ പള്ളിയിൽ പോയി നേർച്ചകൾ ഇടുക, ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അനുഗ്രഹവും കാര്യങ്ങളും കിട്ടുന്നതാണ്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുമാണ് ഇതുപോലുള്ള പള്ളികളിൽ സഞ്ചരിക്കുക. ഇന്ന് ഇവരെയും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. എൻ്റെ കുഞ്ഞുണ്ട്, പപ്പായുണ്ട്, മമ്മിയുണ്ട്, എൻ്റെ മമ്മിയുണ്ട്. ഇവരെല്ലാം കൂടെ കൂട്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഈ പള്ളിക്ക് ചുറ്റും ഉണ്ട് ഇതുപോലെ ഒരുപാടേറെ ന്യൂ ഫാൻസി കമ്മൽ മേള എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഒരുപാടേറെ ഉണ്ട് ഇവിടെ ഈ പള്ളിയുടെ ചുറ്റിനും. ഇതിങ്ങനെ കാണാനും ഇവിടെ നിന്ന്, ഇത് മറ്റൊരു പള്ളിയാണ്, പാത്രീസുകാരുടെ പള്ളിയാണിത്. ഇതിങ്ങനെ കാണാനും നല്ല രസമാണ്. ഇതിൻ്റെ ചുറ്റിനും നല്ല വൈബാണിത്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ ഉള്ള ഒരു രസം. ഈ പള്ളിയിലെ വലിയൊരു പള്ളിയാണ്. നല്ല പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ നേടാനും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ നിദ്ര പ്രാപിച്ച് ഉറങ്ങുന്ന സ്ഥലവും കൂടിയാണ് ഈ പള്ളി. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് എന്നെക്കാളും കൂടുതൽ സംസാരിക്കാനായിട്ട് പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ അമ്മയ്ക്കാണ്. കാരണം ഈ പള്ളിയിലാണ് അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നത്. കെട്ടിച്ചു വിട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ താമസിക്കുന്നത്. അതിന് മുമ്പ് ചെറുപ്പകാലത്ത് മുഴുവനും ഇവിടെ ഈ പള്ളിയിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. ഞാൻ അമ്മയോട് സംസാരിക്കാൻ പറയാം. ഈ പള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഒരു പുണ്യവാളൻ നമ്മൾ ഏത് സമയത്ത് വിളിക്കുന്നു ആ സമയത്തൊക്കെയും നമ്മുടെ കൂടെയുള്ള ഒരു അനുഭവമാണ് നമുക്കുള്ളത്. ഞങ്ങളുടെ കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങൾ ഈ പള്ളി വരികയും കുർബാന സംബന്ധിക്കുകയും എല്ലാത്തിലും ഞങ്ങൾ ഇവിടെ വന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോകാറുള്ളൂ. ഞങ്ങൾക്കത് ഭയങ്കര ഒരു അനുഭവമായിട്ടാണ് ഇന്നുവരെയും നമുക്ക് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പാത്രീസ് എന്നുള്ള ഒരു രീതിയിൽ ഭയങ്കര അത്ഭുതം നടന്ന ഒരു പള്ളിയാണ്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ വന്ന് അവരുടെ ആവശ്യങ്ങളും നിറവേറി അത് സാധിക്കാതെ ഇതുവരെ ഇരുന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിടം ഇവിടെ തന്നെയാണ്. ആ ഒരു ഇതും കൂടെ ഈ പള്ളിക്ക് പ്രത്യേകമായിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ തിരി കത്തിക്കുന്ന സ്ഥലം. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് തിരി കത്തിക്കുക എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു തിരി കത്തിക്കുന്ന ഏരിയയും കൂടെ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇടത്തും വലത്തുമായിട്ട് രണ്ട് സൈഡിലും തിരിയുടെ കത്തിക്കുന്നു. ഇത് ഗീവർഗീസ് കുരിശുമുണ്ട്. ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഒരു ശാന്തതയുടെ ഏരിയയാണ്. ശാന്തമായി നിന്ന് പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ നേടാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനും വേണ്ടിയൊക്കെ ഈ പള്ളികളിൽ വരാറുണ്ട്. നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ടും ദൂരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവാലയമാണ്.